ഭാരതത്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ആദരണീയ ചിദാനന്ദപുരി സ്വാമികളുടെ വാക്കുകൾ ഏതൊരു പ്രശ്നത്തിനും ഏതരിഷ്ടതയ്ക്കുമുള്ള ദിവ്യ ഔഷധം തന്നെയാണ്. സ്വാമിജിയുടെ വാക്കുകളെ നമുക്ക് ആദരവോടെ ശ്രവിക്കാം. നമസ്തേ സ്വാമിജി. നമസ്തേ. മനുസ്മൃതിയിലെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഒരു വാചകത്തിൽ പിടിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് വളരെ വളരെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തെ സ്ത്രീകളുടെ ഔന്നത്യത്തിനായിട്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം സ്വാമിജി? മനുസ്മൃതിയിലെ ഒരു വാക്യത്തെ അടർത്തിയെടുത്ത് പറയുന്നവർ പറയട്ടെ. അത് മറുപടി അർഹിക്കാത്തതുമാണ്. കാരണം 2800 ചില്ലുവാൻ ശ്ലോകങ്ങളുള്ള ഒരു കൃതി, ആ കൃതിയിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും ബന്ധമില്ലാതെ ഏതെങ്കിലും ഒരു ശ്ലോകത്തിലെ ഒരു പാദം, അതായത് 4/1 ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതാണ് മനുസ്മൃതി, ഇതാണ് ഭാരതീയ സംസ്കൃതി എന്നൊക്കെ പറയുന്നവർ തീർത്തും വിവരദോഷികളെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് അവരത് പറയട്ടെ, അവർ മറുപടി അർഹിക്കുന്നില്ല. മനുസ്മൃതിയിൽ പറയുന്ന എല്ലാ ആശയങ്ങളും ഈ കാലത്ത് സ്വീകാര്യമാണ്, പ്രായോഗികമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. കാരണം മനുസ്മൃതി പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്മൃതിയാണ്, ശ്രുതിയല്ല. ശ്രുതിയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലേക്കും അത് മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ്. സ്മൃതി കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്. വിശേഷിച്ചും സ്മൃതികളിൽ തന്നെ ധർമ്മശാസ്ത്രങ്ങൾ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി തുടങ്ങിയിട്ടുള്ള സ്മൃതികൾ, അവ ഭരണവ്യവസ്ഥയ്ക്കുള്ള നിയമക്രമങ്ങൾ കൂടിയാണ്. ആ നിയമക്രമങ്ങൾ നിരന്തരം മാറ്റത്തിന് വിധേയമാണ്. ഇപ്പം ഭാരതത്തിൽ നോക്കൂ, ഇപ്പം നമ്മുടെ സ്മൃതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന് നമുക്കറിയാം 74 വർഷം പൂർത്തിയായി. ഇപ്പോൾ 75ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനകം 120-ലധികം അമെൻമെൻറ്റ്സ് വന്നില്ലേ? അതിൽ വളരെ സമഗ്രമായ അമെൻമെൻറ്റ്സ് തന്നെ വന്നിട്ടുണ്ട്. എന്നിരിക്കെ 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു നിയമഗ്രന്ഥം ആ കാലഘട്ടത്തിലെ സമൂഹസ്ഥിതിക്ക് അനുസരിച്ച് പറഞ്ഞത് ഇന്ന് അപ്രായോഗികമായിരിക്കും. അതുകൊണ്ട് മനുസ്മൃതി എന്നല്ല, പ്രാചീന സ്മൃതികളിൽ പല ആശയങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ അസ്വീകാര്യങ്ങളാണ്. പക്ഷേ അത്രയ്ക്കായിരം കൊല്ലം മുമ്പ് അങ്ങനെ ചിന്തിച്ചുല്ലോ എന്നുള്ള മഹിമ വാസ്തവത്തിൽ വിചാരശീലർക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതേ മനു തന്നെയാണ് എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ മാത്രമേ ദേവതകൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞത്. എത്ര നാര്യസ്ത പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ, എത്രൈതാസ്തുന പൂജ്യന്തേ സർവാസ്താ നിഷ്ഫലാ ക്രിയ. എവിടെയാണോ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടാത്തത് അവിടെ എല്ലാ ക്രിയകളും അഫലങ്ങളാണ്, നിഷ്ഫലങ്ങളാണെന്ന് മനു പറയുന്നുണ്ട്. മറ്റൊരു പ്രകൃതത്തിൽ മനു തന്നെ പ്രായപൂർത്തിയായി വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരു പെൺകുട്ടിയുടെ വിവാഹം അച്ഛൻ അഥവാ കുടുംബക്കാർ വേണ്ടതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് പറയുന്നത് കേവലം ബാലിശം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇനി ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അത് പറയാതെ വയ്യ. സ്ത്രീക്ക് പ്രത്യേക പരിരക്ഷ അല്ലെങ്കിൽ പരിഗണന വേണമെന്ന് എല്ലാ പരിഷ്കൃത സമൂഹങ്ങൾ പോലും ഇന്നും അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീക്ക് പ്രത്യേക അവകാശങ്ങൾ, അധികാരങ്ങൾ, പരിഗണനകൾ ഏറെക്കുറെ എല്ലാ മേഖലകളിലുമുണ്ട്. അത് ഏത് മേഖലയിലാണ് ഇല്ലാത്തത്? അതെന്തുകൊണ്ടാണ്? അതുപോലെ മനു ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്വതന്ത്രത, സ്വയമേവ അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്ന അവസ്ഥാവിശേഷം സ്ത്രീക്ക് ഉണ്ടാവരുത് എന്ന് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അതിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളത് കൊണ്ട്. അത് മനുസ്മൃതിയിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ പ്രശ്നത്തിലെ കാതലായ വിഷയം
നമ്മുടെ സമഗ്രമായ പുരോഗതിക്ക് എങ്ങനെ സ്ത്രീ സമൂഹത്തിൻ്റെ ശക്തിയെ വിനിയോഗിക്കണം, അഥവാ സ്ത്രീ ശാക്തീകരണം എങ്ങനെയൊക്കെ വേണമെന്നുള്ളതാണ്. ഇവിടെ വാസ്തവത്തിൽ സ്ത്രീപക്ഷം, പുരുഷപക്ഷം തുടങ്ങിയ പക്ഷഭേദങ്ങളൊക്കെ മാറ്റി മനുഷ്യപക്ഷത്തിൽ നിന്നുകൊണ്ട് സമഗ്രമായ പുരോഗതിക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാ പൗരന്മാരുടെയും പങ്ക് വളർത്തിയെടുക്കുക, അതിനു വേണ്ട പോഷകപരമായ പ്രവൃത്തികൾ ചെയ്യുക. അതാണ് ഒരു രാഷ്ട്രം എന്ന രീതിയിൽ, ഒരു ലോകം എന്ന രീതിയിൽ ഒരു സമൂഹം ചെയ്യേണ്ടത്. പക്ഷേ ഇടക്കാലത്ത് ഒരു രണ്ടാം തട്ടിലേക്ക് മാറ്റപ്പെട്ടു പോയി സ്ത്രീത്വം എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഒരു അന്ധകാരാവൃതമായ ഒരു മധ്യകാലഘട്ടത്തിൽ ഭാരതത്തെ സംബന്ധിച്ചും സ്ത്രീത്വം ഒരു രണ്ടാം തട്ടിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഉയർന്ന് സമത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ ഉണ്ടാവണം. ഇന്ന് ഭാരതത്തിൽ തീർച്ചയായിട്ടും അത്തരം പദ്ധതികൾ വളരെ കാര്യക്ഷമമായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ഫലവും നമ്മൾ കാണുന്നുണ്ട്. ഏത് മേഖലയിലാണ് ഭാരതത്തിൽ സ്ത്രീകൾ താഴോട്ട് പോകുന്നത്? നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ്. എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനത്ത് സ്ത്രീ ഉണ്ടായി? അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് അത്ര വരെ എല്ലാ മേഖലയിലുണ്ട്. ശാസ്ത്രജ്ഞന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും എല്ലാ മേഖലകളിലും സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. അവിടെ സ്ത്രീ പുരുഷനെന്ന് വേർതിരിച്ച് കാണുന്ന ഒരു പ്രക്രിയയിലാണ് നമുക്ക് ഇനി മാറ്റം വരുത്തേണ്ടത്. ആ കാലം കഴിഞ്ഞു. എല്ലാവരെയും തുല്യമായ ഭാവത്തിൽ കാണുകയും തുല്യമായി വികസിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്നത്തെ ഒരു ലോക ഭാഷയിൽ ഫെമിനിസം എന്ന് പറയുന്നതിനോട് സത്യസന്ധമായി നമുക്ക് പ്രതിപത്തിയില്ല. മാസ്കുലിനിസവും നമുക്ക് പ്രതിപത്തിയില്ല. അവിടെ ഹ്യൂമാനിസമാണ് വേണ്ടത്. ആ ഹ്യൂമാനിസം എന്നുള്ള രീതിയിലൊന്ന് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരുപോലുള്ള ഉയർച്ചയുണ്ടാവും. എന്നാൽ ഒരു കാരണവശാലും ഇടക്കാലത്ത് സംഭവിച്ചു പോയ വീഴ്ചകളുടെ ഫലമായിട്ട് ഒരു താഴ്ത്തപ്പെടുന്ന അവസ്ഥ ആരെ സംബന്ധിച്ചും ഉണ്ടാവാൻ പാടില്ല. അത് നിരീക്ഷിക്കേണ്ടതും ക്രമീകരിക്കേണ്ടതും സർക്കാരുകളുടെ കർത്തവ്യമാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയുമാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.